1 Nescafe and 3 1 Nescafe and 3 tea. അതിന്റെ കാര്യം എന്താന്ന് വരുമ്പോ അറിയാം. ഈ ഒരു സ്ട്രീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂരിലെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, ഒരു മിനി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറയാം കേട്ടോ. ഇത് എവിടെ നമ്മൾ ഇരിക്കുന്നറിയോ? ഇപ്പം തട്ടും വേണ്ട. ഗ്രാൻഡ് ബസാറിൽ 4000 ഷോപ്സ് ആണ് ഉള്ളത്. എന്തോ നമ്മുടെ മൂത്ത ചേട്ടൻ നല്ല നിലയിൽ അനുഭവം എല്ലാവർക്കും ആദ്യം മാറ്റി തരുന്ന നല്ല ചൂടാണ്. നമ്മൾ ഇന്ന് ഗ്രാൻഡ് ബസാറിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട്. ഇനി നമ്മളൊരു 7:30 വരെ ഗ്രാൻഡ് ബസാർ ഓപ്പൺ ആണ്. സമ്മർ ടൈമിൽ 7:30 വരെ, വിന്റർ ടൈമിൽ 7 മണിയാകുമ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്. സോ നമ്മൾ ഗ്രാൻഡ് ബസാറിൽ പോയി വലിയ ഷോപ്പിംഗ് നടത്താനാണ്. അതെ, ഞങ്ങളുടെ മൂത്ത ചേട്ടൻ നല്ല നിലയിൽ അനുഭവം എല്ലാവർക്കും ആദ്യം വാങ്ങിച്ചു തരുന്ന 38 വയസ്സുള്ള അനുചേട്ടൻ. അപ്പൊ നമുക്കിനി ബാക്കി ഗ്രാൻഡ് ബസാർ കാണാം. ഈ കാണുന്ന മൂട്ട വണ്ടിയിലാണ് നമ്മൾ കയറുന്നത്. ഇടിഞ്ഞ് ഞെരിഞ്ഞ് വേണം കയറാൻ. നല്ല ചൂടാണ്. AC ഒന്നും ഉണക്കത്തില്ല, നല്ല ചൂടുണ്ട്. പിന്നെ ഇത് തുറന്നെടുത്തത് കൊണ്ട് ഇച്ചിരി ശ്വാസം കിട്ടുന്നുണ്ട്. വളരെ ചെറിയ വണ്ടിയാണ്, കുറച്ച് സീറ്റേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ നിന്നോണം പിടിച്ച്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു ട്രെയിനൊക്കെ കയറി വേണമായിരുന്നു ഗ്രാൻഡ് ബസാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഗ്രൂപ്പിൽ ഒരാളെ മിസ് ചെയ്യുന്നില്ലേ, മീഗനെ. മീഗ നമുക്ക് വേണ്ടിയിട്ട് ട്രെയിൻ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാനായിട്ട് കുറേ നേരമായി. അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ലേറ്റായിട്ടാണ് ചെല്ലുന്നത്. ഞങ്ങൾ ലേറ്റായി എത്തിയത് കൊണ്ടുള്ള ചെറിയ ദേഷ്യവും പിണക്കവും ഒക്കെയാണ് മീഗയുടെ മുഖത്ത് കാണുന്നത്. എവിടെ ആയിരുന്നു? ഞങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്തു? ഞങ്ങള് എത്ര മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു? എന്തോ പ്ലാറ്റ്ഫോമിലേക്ക് ഇന്നലെ നമ്മൾ വന്ന സ്ഥലമാണ്. നമ്മൾ ഇന്നലെ കണ്ട സ്ഥലം തോന്നുന്നു. ഇതാണോ ഗ്രാൻഡ് ബസാർ? ഇതായിരിക്കും അകത്തോട്ട് പോണം. ഇഫ് യു വിസിറ്റ് ടർക്കി യു വിൽ നോട്ട് മിസ് ഇന്ത്യ. അതുപോലാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നല്ല തിരക്കും അതേപോലെ വെതറും ട്രാഫിക് ബ്ലോക്കും എല്ലാം ഭയങ്കരമാണ്. പിന്നെ ഈ വെയിലത്ത് നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മൾ വേർത്ത് തളർന്നു പോവും. നമ്മളിപ്പം ഗ്രാൻഡ് ബസാറിന്റെ അങ്ങോട്ട് പോവാണ്. ഹാക്കാറിനാണ് ഗ്രാൻഡ് ബസാറിന്റെ എൻട്രി. ഇവിടെ ഏകദേശം 4000 ഷോപ്സ് ഉണ്ട് ഈ ഗ്രാൻഡ് ബസാറിന്റെ അകത്ത്. പിന്നെ ഈ പോകുന്ന വഴി നമുക്ക് കാണാം ഇസ്താൻബുൾ യൂണിവേഴ്സിറ്റി. ഗ്രാൻഡ് ബസാറിൻ്റെ അകത്ത് തന്നെ 61 സ്ട്രീറ്റ്സ് ഉണ്ട്. അതിൻ്റെ അകത്താണ് ഈ 4000 ഷോപ്സും ഉള്ളത്. ഇത് 1455 സുൽത്താൻ മുഹമ്മദ് സെക്കൻഡിൻ്റെ ടൈമിലാണ് ഈ ഒരു ബസാർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്കിനി കുറേ ഷോപ്പ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ കുറേ നമ്മൾ ബാർഗെയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. നമുക്ക് ടർക്കിഷ് ഭാഷയൊന്നും അറിയാത്തത് കൊണ്ട് ഇംഗ്ലീഷ് ഭാഷ വെച്ച് നമ്മൾ പറയുമ്പോൾ എന്താണെങ്കിലും ടൂറിസ്റ്റ് നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ ബാർഗെയിൻ ചെയ്ത് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഗ്രാൻഡ് ബസാറിൽ 4000 ഷോപ്സ് ആണ് ഉള്ളത്. 61 സ്ട്രീറ്റ്സ് ആണ്. 7:30 അടയ്ക്കും. സോ ഇപ്പം തന്നെ ടൈം 5:30 ആയി. നമുക്കിനി കുറച്ച് ടൈം കൂടെ ഉള്ളൂ. നമുക്ക് വേഗം എല്ലാം കയറിയൊക്കെ കാണാം.
നമ്മളിവിടെ മിക്ക ഷോപ്പിലും ഈ ഷൂസിൻ്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് കാണുന്നുണ്ട് കേട്ടോ. ഈ നൈക്കിൻ്റെ, അഡിഡാസിൻ്റെ എല്ലാം ഡ്യൂപ്പ് ഇവിടെ കാണാം. അതൊന്നും വലിയ വിലയൊന്നുമില്ല, 30 യൂറോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. 30 തന്നെ ഇല്ല കേട്ടോ, ചിലർക്ക് 25 യൂറോ ഒക്കെ ഉള്ളൂ കേട്ടോ. അതിൻ്റെ അവിടെ എല്ലാം നിറച്ച് ഷോപ്സാണ്. ഇങ്ങനെ കുറേ സ്ട്രീറ്റ്സ് ആയിട്ട് കിടക്കുവാണ്. നമുക്ക് ഈ ഒരു 4000 ഷോപ്സും അതേപോലെ 61 സ്ട്രീറ്റ്സും കവർ ചെയ്യണമെങ്കിൽ ഒരു 1 ഡേ ഫുള്ള് വേണം. അപ്പം നമുക്ക് വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. ഈ ഒരു സ്ട്രീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂരിലെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, ഒരു മിനി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറയാം കേട്ടോ. അതുപോലെ തിരക്കും. പിന്നെ ഇന്ന് ഫ്രൈഡേ അതേപോലെ സാറ്റർഡേ സൺഡേ ടൈമൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണെന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഗ്രാൻഡ് ബസാറിൽ മെയിനായിട്ട് കാർപ്പറ്റ്സ് ഒക്കെ ഭയങ്കര വില കുറവിൽ കിട്ടുമെന്ന്. നമുക്ക് പക്ഷേ കാർപ്പറ്റ്സ് ഒന്നും വാങ്ങിച്ചോണ്ടൊന്നും പോകാൻ പറ്റുന്നില്ല. ലഗേജ് ലിമിറ്റ് വളരെ കുറവാണ്. ജാക്കറ്റ്സ് ഒക്കെ നല്ല അഫോർഡബിൾ റേറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നല്ലതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിനകത്ത് എനിക്കൊന്ന് തിരി കത്തിച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ നല്ലതായിട്ട് വെട്ടമൊക്കെ വരും. നല്ല ഭംഗിയുണ്ട്. പിന്നെ എത്ര റേറ്റ് എന്നറിയില്ല, എന്ന് ചോദിച്ചു നോക്കാം. ഇത് 2000 ലിറയാണ്. ഇത് 700. പക്ഷെ നല്ലതാണ് സാധനം. ഭയങ്കര റേറ്റ് ആണ് കേട്ടോ. ചിലടത്തൊക്കെ ഓക്കെയാണ്. നമ്മൾ ഇന്നലെ ബക്ലാവയൊക്കെ വെളിയിൽ നിന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കിലോയ്ക്ക് 600 ലിറ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഒരു ഷോപ്പിൽ നമ്മൾ ചോദിച്ചപ്പം 1200 ലിറയാണ്. കുറേ നടന്നാൽ നമ്മൾ മടുക്കും. കാരണം എല്ലാ ഷോപ്പിലും സാധനങ്ങളെല്ലാം ഒരുപോലെ തന്നെ നമുക്ക് തോന്നുന്നു. ഇത്രയും സാധനങ്ങൾ കാണുമ്പോൾ നമുക്കൊന്നും വാങ്ങിക്കാനും തോന്നത്തില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ വേറെ സ്ട്രീറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നടക്കുവാണ്. ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്. സോ ഈ വഴി നമ്മൾ ഇറങ്ങി നേരെ നടക്കാൻ നോക്കുവാണ്. ചൂടത്ത് നടന്ന് മടുത്തിട്ട് ടർക്കിഷ് ഐസ്ക്രീം കഴിക്കാൻ പോയപ്പോൾ ഉള്ള പ്രകടനങ്ങളാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട് ടർക്കിഷ് ഐസ്ക്രീം? എനിക്ക് വലിയ താല്പര്യമില്ല. ഇല്ല. എങ്ങനെയുണ്ട്? കൊള്ളാൻ പക്ഷേ ഇച്ചിരി കട്ടിയാണ് സംഭവം. കട്ടിയാണ്, വലിയ ടേസ്റ്റ് ഇല്ല. ജെലാറ്റോടെ അത്ര സ്മൂത്ത് അല്ല. ഇതേത് ലിപ്സ്റ്റിക് ഒക്കെ തൂത്തോളം തന്നെ
ഇത്രയൊക്കെ പഠിച്ചിട്ടാണല്ലോ വന്നേക്കണേ. അതെ, ഞാൻ കുറച്ചിതൊക്കെ പഠിച്ചിട്ടാണ് വന്നത്. ഇത്രയൊക്കെ പഠിച്ച് നല്ല ഡെഡിക്കേഷൻ. ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. നമുക്ക് ലാംഗ്വേജ് ഇച്ചിരി കൂടെ അറിയാമെങ്കിൽ, ടർക്കിഷ് ലാംഗ്വേജ് അറിയാമെങ്കിൽ നമുക്ക് ഇച്ചിരി പിടിച്ചു നിൽക്കാം. പക്ഷെ നമ്മളെ കാണുമ്പോഴേ ടൂറിസ്റ്റ് ആണെന്ന് ചലോ എന്നങ്ങ് പറഞ്ഞു വിടും. പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെയൊന്നും അവിടുന്ന് വാങ്ങിയില്ല. നല്ല റേറ്റ് ആയിട്ടാണ് തോന്നിയത് അവിടെ. പിന്നെ നമ്മൾ കുറേ നടന്ന് മടുത്തായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇവിടുന്ന് നമ്മൾ നേരെ ബോസ്ഫറസിലേക്ക് ഒരു ക്രൂസ് ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഒരാൾക്ക് 150. ഇവിടെ നിന്നിട്ട് എവിടെ വരെയാണ്? ഇത് ബോസ്ഫറസ് ടൂർ അല്ലേ? മേളിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട് ക്രൂസിന്റെ. നമുക്ക് സൺസെറ്റ് ഒക്കെ കാണാം ഇവിടെ ഇരുന്ന്. ഏകദേശം 5 യൂറോ ആയിട്ടുള്ളൂ. സൈറ്റിലൊക്കെ 5 ആയിട്ടില്ല. സൈറ്റിലൊക്കെ ഇച്ചിരി കൂടിയ റേറ്റ് ഒക്കെയാണ്. അതേപോലെ ബുക്ക് ചെയ്യുവാണെങ്കിലൊക്കെ. പക്ഷെ ഇവിടെ വന്നെടുക്കുന്നതാണ് അഫോർഡബിൾ ആയിട്ടുള്ളത്. അല്ലേ? കിട്ടത്തില്ല. One Nescafe and 3? One Nescafe and 3. അതിന്റെ കാര്യം എന്താന്ന് വരുമ്പോ അറിയാം. ചായ ചായയുടെ കിടപ്പും കൂടുമായിരുന്നു. ഏതൊക്കെ 6:30 പറഞ്ഞു. നമ്മളൊരു ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ചു, പിന്നെ ലേസ് വാങ്ങിച്ചു, കോഫി എല്ലാം കഴിക്കുകയാണ്. ഇപ്പൊ എത്തുമെന്നാണ് തോന്നുന്നത്. എനിക്കൊന്ന് അവര് കട അടയ്ക്കാറായി എല്ലാരും കാണിച്ചു തരാം താഴെ നിൽക്കുന്നത്. ഈ ഒരു പിസയോടുകൂടി ഇന്നത്തെ ഈ ദിവസം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. തീർന്നില്ല കേട്ടോ, ഇനിയും ഒരുപാട് ടർക്കിഷ് വിശേഷങ്ങളൊക്കെ എൻ്റെ അടുത്ത വ്ലോഗിൽ കാണാം. സോ അണ്ടിൽ ദെൻ ബൈ ബൈ.